എടുത്തെറിഞ്ഞ് നിൽക്കുകയാണല്ലേ കളറൊക്കെ. ഹലോ മച്ചന്മാരെ, ആര്യാർ വ്ളോഗ്സിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പം ബെർലിനിൽ എത്തിയിട്ട് ഇപ്പോൾ 7 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈപ്സിഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെർലിനിലാണ് താമസിക്കുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ 4.5 മണിക്കൂർ ട്രാവലുണ്ട്. ലൈപ്സിഗ് എന്ന് പറയുന്ന ഏരിയയിൽ വന്നേക്കാണ്. ഒരു കാർ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ നമ്മുടെ പുറകെ കിടക്കുന്നുണ്ടോ മസ്റ്റാങ്കും SRT എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാം കേട്ടോ. ഇവിടെ പല പല പരിപാടികൾ നടക്കുന്നുണ്ട്, കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, ഡ്രിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഡ്രിഫ്റ്റിംഗ് കാണാൻ പറ്റുമോ എന്ന് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഒരു 24 ഓട്ടോ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഷോ പരിപാടിയാണ് കേട്ടോ. കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡ് ഫുൾ വലിയ ട്രക്കുകൾ ഇട്ട് നിറച്ചേക്കാണ് കേട്ടോ. കണ്ടില്ലേ വലിയ ട്രക്കുകൾ. ഇവരുടെ സൈഡിലേക്ക് വരുമ്പോൾ കണ്ടോ അടിപൊളി കാറുകൾ കണ്ടോ. മസ്റ്റാങ്ക്, GTR, പോർഷെ, V8 ടർബോ എന്നൊക്കെ എഴുതിയൊക്കെ കണ്ട. ഓ ലംബോർഗിനിയൊക്കെ സീൻ. ആ ലംബോയുടെ കളറൊക്കെ ഉണ്ടോ എന്തോ ഒരു എടുത്തെറിഞ്ഞ് നിൽക്കുകയാണല്ലേ കളറൊക്കെ. നല്ല അടിപൊളി കളർ കണ്ടോ. എന്ത് പ്രസൻസാന്ന് നോക്കാം വണ്ടിക്ക്. ആ അത്രത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുമ്പോഴും അത് അന്യായ ബ്യൂട്ടിയാണ് കേട്ടോ. V8 ബൈ ടർബോ ആണ് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ പോർഷെ ഉണ്ട് ഇവിടെ, GT3 RS. നമ്പർ നോക്കുക 911. അടിപൊളി. പിന്നെ താണ്ട 1 and only ഗോഡ്സില്ല എന്നൊക്കെ വിളിക്കുക. നമ്മുടെ R35 ഇവിടെ ഉണ്ട്. നിസാൻ GTR ഉണ്ട്. നോക്കിയേ അല്ല അടിപൊളി വണ്ടി, അടിപൊളി കളർ തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. കൂട്ടത്തിലെ എൻ്റെ ഫുൾ ഒരു അഴക് നമുക്ക് കാണാം കേട്ടോ. ഓ ആ ബ്യൂട്ടി നോക്ക്, ഏതാ ഭംഗി കാണാൻ. ഓ എക്സോസ്റ്റൊക്കെ തന്നെ അടിപൊളി സെറ്റ് എക്സോസ്റ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ടേൺ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ, സൗണ്ടൊന്നും. മേ ബി നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് കാണിക്കാം. മച്ചാന്മാർ ഈ വണ്ടി എന്ന് പറയുന്നത് ഓഡിയുടെ RS6R ആണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ABT, കാർബൺ ബോഡി കിറ്റ്, ABT. ഫുൾ ജർമ്മനാണ് കേട്ടോ. നമുക്ക് മൊത്തം വായിച്ച് മനസ്സിലാകത്തില്ല, കാരണം ഇത് ജർമ്മനിലാണ്. ഇത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമാണ്. എന്ത് ഭംഗിയല്ല കാണാൻ, നല്ല അടിപൊളി ബ്ലാക്ക്. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ ഒരു RS6 ബാഗ്ഡ് കിടപ്പുണ്ട് കേട്ടോ. ഇത് നല്ല ലോവർ ചെയ്ത് നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് വണ്ടി. അവിടെ നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത കുറേ മോഡിഫൈഡ് വെഹിക്കിൾസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരും ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, കാരണം നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല ഇതിൻ്റെ പെർഫോമൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ പല അടിപൊളി കാറുകൾ നമുക്കിവിടെ കാണാം. കൂട്ടം നമുക്ക് വിൻറ്റേജ് ഇവിടെ കാണാം. പിന്നെ ഇതൊക്കെ രസമുണ്ടല്ലോ കാണാൻ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള സാധനം. അതോടൊപ്പം തന്നെ ഫോർഡിൻ്റെ ഒരു വാനുണ്ട്. അടുത്ത ഓഡി TT അല്ലേ ഇത്? ഓഡി TT ആണ്. ഓഡി TT ഉണ്ട് ഇവിടെ. ഓഡി TTയുടെ ബാക്ക് എനിക്കൊന്ന് കാണാം. കണ്ടോ ഓഡി TT നല്ല നല്ല ഭംഗിയുള്ളൊരു ബാക്കാണ്. നല്ല സ്പോയിലറൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണ് നല്ല നല്ല അടിപൊളി കാർബൺ ഫൈബർ സ്പോയിലറൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് എൻ്റെ ബാക്ക് കാണാൻ. ആൽവിൻ, ഡിസ്ക്രൈബ് ദിസ് കാർ. What insane is this? Like full carbon fiber. നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല അടിപൊളി ഒരു GTA ആണ് കേട്ടോ. അടിപൊളി വണ്ടി. പോർഷെ 911 ഉണ്ട് കേട്ടോ. വിൻറ്റേജ് വണ്ടി. 8000 RR എത്തിയിട്ടുണ്ട്. ഓ 911 ഇടയ്ക്കൊരു 8000 RR വന്നു ഗൈസ്. അതുകൊണ്ട് അങ്ങോട്ട് പോയെ ഗൈസ്. ദ കിങ്. എല്ലാവരും ഡ്രിഫ്റ്റ് മാർക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഉറപ്പായിട്ടും ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവും ഗൈസ്. നോക്ക് ആരാ നോക്ക് സാധനം. GTR 34 ഗൈസ്, അടിപൊളി വണ്ടി. ഓ നമ്പർ നോക്കി LR34. ഇതാ അക്കൂറ ഉണ്ട്, M4 ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഡ്രിഫ്റ്റിംഗ് സോണാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഡ്രിഫ്റ്റ് കിങ്സ് ഒക്കെ വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഡ്രിഫ്റ്റ് കിങ്സ് 3 ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഒരു M4 കോമ്പറ്റീഷൻ ആണ് കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. എന്തോ ഫിനിഷിങ്.
Okay. Very beautiful. M4 competition. ഗായ്സ് എന്താ അടിപൊളി സൗണ്ട് കേട്ടോ ആ വണ്ടിയുടെ. സീക്കാണത്, പഴയ സീക്കാണത്, പക്ഷെ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫെറാറി പോയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലൈനപ്പായിട്ട് കിടക്കുവാണ് കേട്ടോ, ലൈനപ്പായിട്ട് വണ്ടികൾ കിടക്കുവാണ്. 1000 RR ഉണ്ട്, ഹോണ്ടയുടെ CBR 1000 ആണെന്ന് തോന്നുന്നുണ്ട്. ആപ്പിളിലെ ഉണ്ട് ഇവിടെ, ആപ്പിളിലെ അങ്ങനത്തെ പല വണ്ടികളും നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട് കേട്ടോ. പുറമെ കണ്ടാൽ ഒന്നുമില്ല, പക്ഷെ പെർഫോമൻസ് രീതിയിൽ മാത്രം വർക്ക് ചെയ്ത് പോയേക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം. ഒരു പോർഷെ കണ്ടോ, ആയി കുട്ടിയും കൊള്ളാം വണ്ടിയും കൊള്ളാം. അടുത്ത വില്ലൻ വന്ന് ഗൈസ് ഇവിടെ, അടുത്ത വില്ലൻ വന്ന് ഇവിടെ. ഒരു പോർഷെ കണ്ടോ, കാറും ഡ്രൈവറൊക്കെ എന്താ ബ്യൂട്ടി. വണ്ടിയൊക്കെ നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ അടുക്കി ഇട്ടേക്ക് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. എനിക്കിതൊക്കെ ഇവിടെ ഓടിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഇതിൻ്റെ ഹോട്ട് വീൽസ് മേടിച്ച് റൂമിലിരുന്ന് ഇങ്ങനെ ഓടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൽവിന് ജോലിയാകുമ്പോൾ ആൽവിൻ എനിക്ക് M4 കോമ്പറ്റീഷൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഇതോ നമ്മുടെ മറ്റേ ലംബോർഗിനിയുടെ കളറിലൊരു M5. ഇവിടെ നമുക്ക് കുറേ പഴയ അടിപൊളി വണ്ടികൾ കാണാൻ കേട്ടോ. നമ്മുടെ BMW ഒക്കെ നമ്മുടെ കില്ലാടികളാക്കി കിടപ്പുണ്ട് ഇവിടെ. ഇതാ വോൾസ് വാഗൻ്റെ എണ്ണം കിടപ്പുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന മറ്റേ 350 ആണ്. ഇതാ R33 R33 ഉണ്ട് ഇവിടെ. സിഗ്ബോ എഡിഷൻ, അതെന്തോന്ന് എനിക്കറിയില്ല. ബ്യൂട്ടി. ഞാൻ GTA മേടിച്ച എൻ്റെ നീലവണ്ടി എനിക്കിവിടെ ബ്ലാക്കായിട്ട് കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. GTA എനിക്ക് വണ്ടിയുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ മറ്റേ ആ BMW കളറില്ല, ആ കളർ അടിച്ച് വെച്ചേക്കാണ് ആ വണ്ടിക്ക്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് കളറ് ബ്ലാക്കിൽ വരുന്നത്. ഒരു ഇവിലായിട്ടുള്ളൊരു ലുക്കാണ് കിട്ടുന്നത്. വാവ്, ഇതിനെ കണ്ടോ, നല്ല സുന്ദരി 2 കുട്ടികൾ കണ്ടോ, നാക്കൊക്കെ പുറത്തിട്ട് കിടക്കുന്നുണ്ടോ, 2 പേര് നാക്കൊക്കെ പുറത്തിട്ടിട്ട്. എന്താ ഭംഗി. ചെറിയ ബ്ലോസും ഉണ്ട്. ഈ കുട്ടിക്ക് പേരിട്ടില്ല കേട്ടോ. കണ്ടോ, നാക്കൊക്കെ കിടക്കുന്നുണ്ട് പുറത്ത്. നാക്കൊക്കെ പുറത്തിട്ടേക്കുന്നുണ്ട്. നല്ല നല്ല അടിപൊളിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഈ സ്ഥലം മൊത്തം എടുത്തിട്ട് മൊത്തം ഡ്രിഫ്റ്റിങ്ങിനായിട്ട് മാത്രമായിട്ട് ആക്കി വെക്കുന്നത്. നിലമൊക്കെ കണ്ടോ, നല്ല നല്ല കരിയോയിൽ ഒഴിച്ച പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലാണ്ട് സാറ്റൊക്കെ കിടക്കണ്ട. അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, എൻ്റെ ചെവി അടിച്ചു പോയി. മച്ചന്മാരെ കണ്ട് അടുത്ത് നമ്മൾ ബൈക്കിൻ്റെ സെക്ഷനിലേക്ക് കയറുവാണ് കേട്ടോ. ഇത് കണ്ടോ, HRR ഉണ്ട്, S1000R ഉണ്ട്. അതുപോലെ നമുക്ക് പല ബൈക്കുകളും ഇവിടെ കാണാം കേട്ടോ. ഓ, ഇത് കണ്ടോ, ഇതൊരു ഡ്യുവൽ കളറാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതാ നമ്മുടെ പഴയ, എനിക്ക് ഈ S1000R ആണ് കേട്ടോ ഇഷ്ടം. 18 ഇറങ്ങിയാന്ന് തോന്നുന്നു ആ മോഡൽ. എനിക്ക് ഈ മോഡലാണ് എനിക്ക് താല്പര്യം. മറ്റേനേക്കാളും പുത്തനേക്കാളും. അതുപോലെ ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി ബൈക്സ് കാണാം. ഇതൊരു
ജർമ്മനി അതിൻ്റെ കാർ കൾച്ചറിന് കൊടുക്കുന്ന ഒരു വാല്യൂവും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കാരണം ഇത്ര ആൾക്കാർ സമ്മർ ആകുമ്പോഴത്തേക്ക് ഒരേ മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി വന്നിട്ട് ഒരു പരിപാടിക്ക് വന്നിട്ട് നല്ല ചില്ലായിട്ട് എല്ലാവരും ഒന്നിച്ച് ഫ്രണ്ട്സും കൂട്ടി അടിപൊളിയല്ലേ. അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഓരോ പ്രശ്നങ്ങളാണ്. മോഡിഫൈ ചെയ്ത വണ്ടികൾ വന്നു, അത് വന്നു, ഇത് വന്നു, എക്സോസ്റ്റ് ഇട്ട് പൊട്ടിച്ചു, ഡ്രിഫ്റ്റ് ചെയ്തു. ഇതൊക്കെ കണ്ടില്ല. ഇവിടെയൊക്കെ ഗ്രൗണ്ട് ഒരു ഡ്രിഫ്റ്റിങ്ങിൻ്റെ മാത്രം ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തേക്കുവാണ്. അങ്ങനെ ഒരു ദിവസം കൊടുക്ക്, അവർ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാനുള്ളൊരു പവറോടെ കൊടുക്ക് പിള്ളേർക്ക്. എല്ലാ കൾച്ചറും എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. പഠിക്കും പുസ്തകം മാത്രമല്ലല്ലോ ജീവിതം. അതിങ്ങനെ പ്രത്യേകിച്ച് എബ്രോഡ് വരുമ്പോൾ നമ്മളെല്ലാവർക്കും അത് മനസ്സിലാവും. പുസ്തകത്തിലുള്ളത് മാത്രമല്ല ജീവിതം എന്നുള്ളത്. ചേന ഇത് ഈ R8 കണ്ടില്ലേ, ഇത് V10 എഞ്ചിനാണ്. കണ്ടില്ലേ എഞ്ചിൻ തന്നെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. എന്താ ഭംഗിയാണ്. ഈ പോർഷയുടെ കളർ കണ്ടോ മറ്റേ, എന്ത് ഭംഗി. ഓ സ്പോയിലറൊക്കെ ഉണ്ടോ. അരേ വാ, എന്താ ഭംഗിയല്ലേ. എൻ്റെ പൊന്നെ മച്ചന്മാർ ഇപ്പൊ ഒരു വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധനം കണ്ടോ. തിരിച്ചു 5 മണിക്കൂറുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 6:45 7 മണി ആവുന്നേ ഉള്ളൂ. ഇവിടെ ദാ ഇരുട്ടിട്ടില്ല, സൂര്യനൊക്കെ ദാ അവിടെ നിൽക്കണേ ഉള്ളൂ, മേഘം മൂടിയിരിക്കുന്നതാണ്. Das ist Deutschland. സിസ്റ്റം ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പിള്ളേർ ഇതിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ജസ്റ്റിൻ ബ്രോയുടെ ജാസൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ അടിപൊളി കൾച്ചറാണ് സത്യം പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ജനറേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുന്നത്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെയൊക്കെ പൊട്ടുന്ന രീതിക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ അവിടെ വരാത്ത ലക്ഷറി വണ്ടികളില്ല, പ്രീമിയം വണ്ടികളില്ല. കേരളത്തിലൊക്കെ വൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ റേഞ്ചിൽ. അപ്പം വെച്ചാൽ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിലൊക്കെ കേസും വള്ളിയും വെക്കാനോ വെക്കാതെ പോകാതെ ഇതൊക്കെ ചില്ലാക്കാൻ വേണ്ടി പിള്ളേർക്ക് ഗ്യാപ്പ് കൊടുത്താൽ പിള്ളേരൊക്കെ അടിച്ച് തകർത്ത് കൈ തരൂലേ, എന്ത് രസമായിരിക്കും. ആ സ്കൈ നോക്കടാ, എന്ത് ഭംഗിയല്ലേ. ഇതിൽ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു റൈസ് ഇങ്ങനെ താഴേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. എന്നുവെച്ചാൽ പറയാൻ നമ്മുടെ ഒരു സൂപ്പർ അവിടെ കാണാൻ കേട്ടോ. നല്ല മഞ്ഞ കളർ ഒരു സൂപ്പറുണ്ട് അവിടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം മച്ചാന്മാരെ ഞങ്ങൾ ഇത്രയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങളെ ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂർ 4.5 മണിക്കൂർ 5 മണിക്കൂർ അടുത്ത് ട്രാവലുണ്ട്. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 7 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും cheers. Guys, what a lineup guys.